നമ്മുടെ വിഷയം ശശി തരൂർ MP ആണ്. ആദ്യം മോഡിയുടെ US സന്ദർശനത്തെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞതിന് ശേഷം, പിന്നീട് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞതിന് ശേഷമൊക്കെ കോൺഗ്രസിനകത്ത് ഒരു പുകഞ്ഞ കൊള്ളിയായി തുടരുകയായിരുന്നു ശശി തരൂർ. വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളും ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്, ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. സ്വാഗതം. ശശി തരൂരിൻ്റെ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പോഡ്കാസ്റ്റ്, അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കി എന്ന രൂപത്തിലുള്ള സംസാരം നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ വീണ്ടും ഒരു പോഡ്കാസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത്. സത്യത്തിൽ കോൺഗ്രസിനകത്ത് വീണ്ടും പുകയാൻ തന്നെയാണോ ശശി തരൂരിൻ്റെ ഒരു തീരുമാനം? അതിൽ കോൺഗ്രസിനകത്ത് പുകയുകയോ ഇല്ലയോ എന്നുള്ളതല്ല ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ശശി തരൂരിൻ്റെ ഒരു കാഴ്ച എന്താണ് എന്നുള്ളതാണ് എനിക്ക് അതിനകത്ത് കൗതുകമായിട്ട് തോന്നുന്നത്. ശശി തരൂർ കോൺഗ്രസിന് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്തുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സെൻട്രൽ 2024 എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നു, ആ സാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ അത് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് അദ്ദേഹം 2026 കേരളത്തിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അത് നെക്സ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ, എവിടെയാണ് സാധ്യത എന്ന് അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ എക്സ്പ്ലോറേഷൻ അദ്ദേഹം വിചാരിക്കുന്നത് 2026 ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഫോർ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ അത് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കൺക്ലൂഷൻ, ഞാനാണ് അതിൻ്റെ ലീഡർഷിപ്പിലെങ്കിൽ അത് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ. അതായത് കേരളത്തിൽ കോൺഗ്രസിനെ ശശി തരൂർ ലീഡ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് UDFൽ ഇപ്പോഴത്തെ കക്ഷികളൊക്കെ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ UDF അധികാരത്തിൽ വരുന്നൊരു സിനാരിയോ ഉണ്ടാവും എന്ന് ശശി തരൂർ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം വിചാരിക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു ലോജിക്കുണ്ട്. ആ ലോജിക്കാണ് അദ്ദേഹം കഴിഞ്ഞ ഇൻ്റർവ്യൂ പറഞ്ഞത്. ഇപ്പോഴത്തെ ഇൻ്റർവ്യൂവിലല്ല, കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം മുമ്പോട്ട് പോയിട്ടുണ്ട്. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം പറഞ്ഞ കണക്കനുസരിച്ച് കേരളം മുമ്പോട്ട് പോയിട്ടുണ്ട്, കേരളത്തിൽ അതിന് പറ്റിയ ഒരു അന്തരീക്ഷമുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. അതായത് കേരളത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കാതെ ഇനി, അതായത് മുമ്പോട്ട് എങ്ങനെയാണ് കേരളം പോകുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കാതെ കേരളത്തിൽ പുതിയ ജനറേഷനെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കില്ല ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്. അങ്ങനെ എന്തെങ്കിലും പറയണം എന്ന് ശശി തരൂർ വിചാരിക്കുന്നുണ്ട്. അല്ലാത്തൊരു പ്രതിപക്ഷത്തെ നയിച്ചുകൊണ്ട്, അതായത് കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു സജഷൻ, എന്താണ് ഞങ്ങൾ കാണുന്ന കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ കാണുന്ന പോസിറ്റീവ് സംഗതി, അത് ഞങ്ങൾ എങ്ങനെയാണ്, കുഴപ്പമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പോകുന്നത് എങ്ങനെയാണ്, പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്, ഇത് പറയാതെ ഇനി അങ്ങോട്ട് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് എലക്ഷനിൽ മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ, അത് ശരിയാവും തെറ്റാവും, ശശി തരൂരിനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പോൾ പറയുന്നത് കേരളത്തിലൊരു നേതൃദാരിദ്ര്യമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് എന്ന്. അതിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം എന്താ പറയുക, ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒറ്റ കാര്യം ഞാൻ അതിനകത്ത് പറയുന്നുള്ളൂ. ഒരു കൺവെൻഷണൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് അത് VS അച്യുതാനന്ദൻ ഉണ്ടാക്കിയ പ്രതിപക്ഷമാണ്. എല്ലാത്തിനെയും എതിർക്കുന്ന, എവിടെയും കയറി ഇടപെടുന്ന, ഒരു കാര്യത്തിലും പോസിറ്റീവായ ഒന്നും കാണാത്തൊരു പ്രതിപക്ഷം എന്നുള്ളൊരു കൺസെപ്റ്റ് VS ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാത്തിനെയും തെരുവിൽ നേരിടുന്ന ഒരു പ്രതിപക്ഷം. അത് ആ കാലത്ത് ശരിയുമായിരുന്നു VSനെ സംബന്ധിച്ച്. പക്ഷെ കാലം മാറി. അപ്പോൾ അതേ പ്രതിപക്ഷം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അത് ശശി തരൂർ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിലയ്ക്ക്, ആ കാഴ്ചപ്പാട് വൈസ് അദ്ദേഹം ജസ്റ്റിഫൈഡാണ്. പിന്നെ ലീഡർഷിപ്പ് ക്രൈസിസ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം വേറൊരു കാര്യം കൂടെ വിചാരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ വീണ്ടും പിണറായി വിജയൻ നയിക്കും എന്ന് ശശി തരൂർ കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ പിണറായി വിജയൻ നയിക്കുകയാണെങ്കിൽ അതിനെ എതിരിടാൻ പാകത്തിലേക്ക് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു തൂക്കിനോക്കൽ ശശി തരൂർ നടക്കുന്നുണ്ട്. ആ ശശി തരൂരിൻ്റെ കാഴ്ചപ്പാടിൽ ആ തൂക്കിനോക്കലിൽ VD സതീശൻ പോരാ എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവും. അവിടെ ശശി തരൂരാണ് എങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും ഇത് കുറേ കൂടി ഒരു ബെറ്റർ ഫൈറ്റായിരിക്കും എന്ന്. പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോഴും ശശി തരൂരാണെങ്കിൽ അതൊരു ബെറ്റർ ഫൈറ്റായിരിക്കും. അതിൽ ഒരു ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഈ നേരത്തെ പറഞ്ഞ VS അച്യുതാനന്ദൻ സിൻഡ്രോം
സതീശനിലുണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു പ്രോബ്ലം. അത് മനസ്സിലാക്കിക്കുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ, അതായത് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട് എന്ന് ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ലീഡർഷിപ്പിനെ മനസ്സിലാക്കിക്കുന്നതായിരിക്കും ചിലപ്പോൾ ശശി തരൂർ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ സ്വയം ആ നേതൃത്വത്തിലേക്ക് വരാനായിരിക്കില്ല. എന്താണെങ്കിലും ശശി തരൂർ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ എന്താ പറയുക, പല അഭിമുഖങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഫൈറ്റ് ഉണ്ടല്ലോ, അതൊരു കൗതുകവും തുടർ രാഷ്ട്രീയ ചലനങ്ങളെ സ്വാധീനിക്കാവുന്നതുമായിട്ടുള്ളൊരു ഫൈറ്റാണ് എന്ന് വിചാരിക്കണം. ശശി തരൂരിന് ഇപ്പോൾ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലാണെങ്കിലും അദ്ദേഹം നടത്തിയ ചില സ്വയം പുകഴ്ത്തലുകൾ, അത് അങ്ങനെ തന്നെ പറയാമെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഞാൻ ഐക്യരാഷ്ട്രസഭയിലെ തൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ച് അമേരിക്കയിൽ സ്വസ്ഥമായി കഴിയുന്ന സമയത്താണ് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഞാനവിടെ അത്യാവശ്യം പണമൊക്കെ സമ്പാദിച്ച് സുഖമായി കഴിയായിരുന്നു. ആ സമയത്താണ് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സേവനത്തിന് വേണ്ടി വന്നതാണ്, അതിനുള്ള അവസരം എനിക്ക് കിട്ടണം. എൻ്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തണമെങ്കിൽ എന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് എഴുതാൻ ഉണ്ട്, പുസ്തകങ്ങളുണ്ട്, എനിക്ക് ലോകം മുഴുവൻ ഓടി നടക്കാനുള്ള ക്ഷണങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ശശി തരൂരിൻ്റെ ഒരു കഴിവ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ, അദ്ദേഹത്തിൻ്റെ കഴിവുകളൊക്കെ കോൺഗ്രസ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഫ്യൂച്ചർ പദ്ധതികൾ എന്തൊക്കെയായിരിക്കും. അദ്ദേഹം അതിനോട് കൂടെ തന്നെ പറയുന്നുണ്ട്, ഒരു ഓർഗനൈസേഷൻ്റെ സപ്പോർട്ടില്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് സാധ്യമല്ല എന്നും കൂടെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാവി പദ്ധതികൾ എന്തൊക്കെയായിരിക്കും? നമുക്കിപ്പോൾ പറഞ്ഞുകൂടാ. അത് ആദ്യത്തെ പാർട്ടിലല്ലോ സലീം പറഞ്ഞു, അതായത് അദ്ദേഹം സ്വയം പുകഴ്ത്തുന്നു എന്നുള്ളത്. നമ്മൾ പുതിയൊരു സിനാരിയോ നോക്കണം. അതായത് സ്വയം പുകഴ്ത്തിക്കൊണ്ടാണ് പുതിയ ലീഡർഷിപ്പ് എല്ലാം വരുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി കഴിഞ്ഞ 13 വർഷമായിട്ട് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിന് 1.5 വർഷം മുമ്പ് മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം സ്വയം പുകഴ്ത്തലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞിട്ട്, ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 12 വർഷമായിട്ട് എൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും ഞാൻ എന്ന വാക്കിനാണ് പ്രോമിനൻസ്. അത് സ്വാതന്ത്ര്യദിന പ്രസംഗം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രസംഗം ആയിക്കോട്ടെ, തെരഞ്ഞെടുപ്പ് റാലിയിലെ പ്രസംഗം ആയിക്കോട്ടെ, എല്ലാത്തിലും ഞാനാണ് പ്രധാനം. കഴിഞ്ഞ 13 വർഷമായിട്ട് അല്ലെങ്കിൽ 14 വർഷമായിട്ട് നമ്മൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയിൽ നിന്ന് കേൾക്കുന്ന പ്രസംഗത്തിൽ നമ്മളൊന്ന് ഡിസക്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഐ എന്നുള്ള വാക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അത് ഞാനാണ് പ്രധാനം. ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും മോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നു. അത് സെറ്റ് ബാക്ക് ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നമാണ്. സെറ്റ് ബാക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു സീറ്റ് മോദിയുടെ ഗ്യാരണ്ടിയുടെ പുറത്താണ് അദ്ദേഹം നേടിയതെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ എന്നെ ഞാൻ തന്നെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളൊരു, അല്ലെങ്കിൽ ഞാനാണ് എന്നുള്ളൊരു സംഗതി കൊണ്ടുവരണം എന്ന്, അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. നമ്മൾ അമേരിക്കയിൽ ട്രംപ് എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ മതി, അല്ലെങ്കിൽ എന്താ പറയുക ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് ഞാൻ എന്നുള്ള ഫാക്ടർ എത്രത്തോളം റെലവൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് ഇവിടെ ശശി തരൂർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ കേരളത്തിലൊരു സിനാരിയോയിലേക്ക് വരിക, പിണറായി വിജയൻ എന്ന് പറയുന്നൊരു വ്യക്തി എത്രത്തോളം CPM-നും LDF-നും പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴും. അദ്ദേഹത്തിൻ്റെ ഒരു CPM-ൻ്റെ ഒരു ഇതനുസരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ നിശ്ചയിച്ച മാനദണ്ഡം അനുസരിച്ച് തുടർച്ചയായ 2 ടേം കഴിഞ്ഞ് കഴിഞ്ഞാൽ മത്സരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം. ഒരു തവണ മന്ത്രിയായാൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം. ഈ നിശ്ചയം അദ്ദേഹത്തിൻ്റെതാണ്. അത് 3rd ടേമിൽ അദ്ദേഹം പാലിക്കുകയില്ലോ എന്നുള്ളത് നമ്മൾ കണ്ടറിയാം. എന്തുകൊണ്ടാണ് ആ ലീഡർഷിപ്പ് എന്നുള്ളത് അത്രത്തോളം പ്രോമിനൻ്റായിട്ട് അവിടെ നിൽക്കുകയാണ്, ഇപ്പോഴും നിൽക്കുകയാണ്. മൈനസ് പിണറായി വിജയൻ ആരാണ് LDF-ൻ്റെ ലീഡർഷിപ്പിലേക്ക് അല്ലെങ്കിൽ CPM-ൻ്റെ ലീഡർഷിപ്പിലേക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടർ കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവും. ഒരു സംശയവും അക്കാര്യത്തിലല്ല. അതിനെ റീപ്ലേസ് ചെയ്യാൻ പാടുള്ള ഒരു മുഖം കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ല. ഈ സിനാരിയോ അവിടെ ഉണ്ട്. ആ സിനാരിയോ ശശി തരൂർ നല്ലവണ്ണം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ അവിടെ ആയിരുന്നു, എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ലോകങ്ങൾ കണ്ടിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങളിൽ ഞാൻ ഇൻവോൾവ് ആയിട്ടുണ്ട്, എനിക്കിതല്ലെങ്കിൽ വേറെ കാര്യമുണ്ടെന്ന് പറയാനുള്ള ഒരു എന്താ പറയുക അടിസ്ഥാനം അദ്ദേഹത്തിനുണ്ട്. അത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് വേറെ പ്രശ്നമാണ്. പക്ഷേ അദ്ദേഹത്തിന് ആ ബേസ്മെൻ്റ് അവിടെയുണ്ട്. ആ ബേസ്മെൻറ്റിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് അത്ര എളുപ്പത്തിൽ തള്ളിക്കളയാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, അതിൽ വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മളൊരു വിഷനോടുകൂടി അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നതും അധികാരത്തിൽ വന്നതിന് ശേഷം ഞാനൊരു വിഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കും എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ശശി തരൂരിൻ്റെ കാര്യത്തിൽ അടുത്ത 1 ടേമിലേക്കെങ്കിലും, ഞാൻ പറയുന്നത് അദ്ദേഹം ഭയങ്കര വിഷണറി ആയിട്ടുള്ളൊരു മനുഷ്യനാണെന്നുള്ള ഒരു മുൻവിധിയോടുകൂടിയല്ല പറയുന്നത്, പക്ഷേ 1 ടേമിലേക്കെങ്കിലും ഉള്ള വിഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാകും.
ആ ധൈര്യത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിന് പകരം വയ്ക്കാൻ എന്തുണ്ട് ഇപ്പുറത്ത് എന്നുള്ള ക്വസ്റ്റ്യനാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം പേര് പറയാതെ ചോദിക്കുന്നത് വി.ഡി. സതീശനോടും രമേശ് ചെന്നിത്തലയോടും കെ സുധാകരനോടും ഒക്കെയാണ്. നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എന്ത് വിഷനാണ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്? ഇതാണ് അദ്ദേഹത്തിൻ്റെ മൂലധനം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് വേറെ കാര്യങ്ങളുണ്ട്, ഒരു ഓർഗനൈസേഷൻ ഇല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഈ എന്താ പറയുക സർക്കംസ്റ്റാൻസസിൽ. അതിൽ അദ്ദേഹം ഒരു തീരുമാനം എടുക്കും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നിങ്ങളില്ലെങ്കിൽ ഞാനൊരു തീരുമാനം എടുക്കും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അത് ഡെഫിനറ്റ്ലി ഇന്നലെ ഇപ്പം തോമസ് ഐസക്കൊക്കെ പറഞ്ഞല്ലോ, ശശി തരൂർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരില്ല എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ അതിൻ്റെ മറുപടിയുണ്ട്. എവിടേക്കായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ചായ്വ് എന്നുള്ളത് വളരെ ക്ലിയറാണ്. ആ ചായ്വ് അദ്ദേഹം എക്സ്പ്ലിസിറ്റായിട്ട് പറയാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല, കുറേ ഫങ്ഷൻസിൽ അദ്ദേഹം അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് മനസ്സിലാകാത്തത് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ലീഡർഷിപ്പിന് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ശശി തരൂരിന് കേന്ദ്രത്തിൽ തന്നെ അർഹിച്ചതാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിലും പരിഗണനകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി. അദ്ദേഹം ഇപ്പോഴും വർക്കിംഗ് കമ്മിറ്റിയുടെ അതിൽ മെമ്പറാണ്. അതുപോലെ പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അതിൽ ചെയർമാൻ ആണ് അല്ലേ, വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അങ്ങനെ ഒരുപാട് പദവികൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇന്ദിരാഭവനിൽ റൂമില്ല എന്നതുപോലുള്ള ചില അദ്ദേഹം തന്നെ ചില പോരായ്മകളൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ പറയുന്നു കോൺഗ്രസിൻ്റെ ചില ഘടകകക്ഷികൾ തന്നെ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ട് എന്നുള്ള രൂപത്തിൽ സംസാരിക്കേണ്ടായിരുന്നു. നമ്മൾ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള അടുത്ത മുഖ്യമന്ത്രി ആരാവും എന്നുള്ള തർക്കങ്ങൾ നടക്കുന്നതിനെക്കുറിച്ച് നമ്മൾ തന്നെ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്ലിഫ് ഹൗസ് സ്വപ്നം കാണുന്നതിൽ ശശി തരൂരിനെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശശി തരൂർ ഒരു പ്രോമിനൻ്റ് കക്ഷിയാണ് ക്ലിഫ് ഹൗസ് സ്വപ്നം കാണുന്നതിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഒരുപാട് പേരുണ്ടാവും, ഇടതുപക്ഷത്തും ഉണ്ടാവും, LDF ഉണ്ടാവും, UDF ഉണ്ടാവും, ഒരുപാട് പേര് സ്വപ്നം കണ്ടുണ്ടാവും. അങ്ങനെ സ്വപ്നം കാണുന്നതിൽ മുൻപന്തിയിലുള്ള ഒരാളായിട്ട് ശശി തരൂരിനെ കാണുന്നതിൽ ഒരു തെറ്റും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ കേന്ദ്രത്തിൽ പദവികൾ ലഭിച്ചിട്ടുണ്ടെന്ന്. ഓഫ് കോഴ്സ് കേന്ദ്രത്തിൽ പദവികൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ശശി തരൂർ പറഞ്ഞാണ് അതിന് ശരി. ഞാൻ ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ആയിരുന്നു, അവിടെ കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുമ്പോൾ വിളിച്ചുകൊണ്ട് വന്നവർക്ക് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. ഇൻ്റർനാഷണൽ സിനാരിയോയിൽ ഡീൽ ചെയ്യാൻ പാകത്തിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവണം. ആ സപ്പോർട്ട് സിസ്റ്റത്തിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ടാവണം എന്നുള്ള കൺസെപ്റ്റ് വെച്ചുകൊണ്ടായിരിക്കും വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടാവുക. അതിന് പാകത്തിലാണ് അദ്ദേഹത്തിന് പൊസിഷൻസ് കൊടുത്തിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2014 മുതൽ ഇങ്ങോട്ട് അദ്ദേഹം നോക്കുമ്പോൾ കേന്ദ്രത്തിൽ അധികാരത്തിലില്ല, കേന്ദ്രത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിനില്ല. ഉടനെ ഏതെങ്കിലും തരത്തിൽ അത് റിട്രീവ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുമില്ല. പിന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താ? അദ്ദേഹത്തിൻ്റെ ഓൺ സ്റ്റേറ്റിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ മുന്നിൽ നിന്ന് നയിക്കുകയാണെങ്കിൽ ഈ ഭരണം തിരിച്ചു പിടിക്കാൻ പറ്റുമോ? അദ്ദേഹം കാണുന്നത് ഞാൻ മുന്നിൽ നിന്ന് നയിച്ചാൽ ഇത് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നാണ്. നമ്മൾ ആ സിനാരിയോ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഭാഗത്ത് പിണറായി വിജയനും ഒരു ഭാഗത്ത് ശശി തരൂരും ലീഡ് ചെയ്യുന്ന രണ്ട് ഫോഴ്സസ് ഇലക്ഷന് മത്സരിക്കുകയാണെന്ന് വിചാരിക്കുക. അവിടെ ഒരു ഫൈറ്റിനുള്ള സ്കോപ്പുണ്ട് എന്ന് അദ്ദേഹം കരുതുന്നു. അതിൽ ലോജിക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോജിക്കുണ്ട് താനും. അതർവൈസ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വി.ഡി. സതീശനാണ് മത്സരിക്കുന്നത് UDFൻ്റെ ലീഡർഷിപ്പിൽ എന്ന് വിചാരിക്കാം. അവിടെ പിണറായി വിജയനും വി.ഡി. സതീശനും കൂടെ മത്സരിക്കുമ്പോൾ അതിൽ ഞാനാണ് ലീഡർഷിപ്പിലെങ്കിൽ കിട്ടുന്ന എഡ്ജ് കിട്ടുമോ? ശശി തരൂർ വിചാരിക്കുന്നത് ഇല്ല എന്നാണ്. അതിൽ അദ്ദേഹത്തിന് ലോജിക്കും ഉണ്ടാവും. കാരണം അട്ടർ നെഗറ്റിവിറ്റി ആയിട്ടല്ല ഈ സൊസൈറ്റിയെ സമീപിക്കേണ്ടത് എന്ന് ശശി തരൂർ വിചാരിക്കുന്നു. നമ്മൾ വി.ഡി. സതീശൻ്റെ കഴിഞ്ഞ കാലത്തെ പെർഫോമൻസ് നമ്മളൊന്ന് എടുത്ത് നോക്കുക. എല്ലാത്തിലും നെഗറ്റീവ് അപ്രോച്ചാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അദ്ദേഹം പാർലമെൻ്ററി പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ വാർത്താസമ്മേളനം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇത്ര കാലം കണ്ട പ്രതിപക്ഷമായിരിക്കില്ല ഇനി, ഞങ്ങളൊരു കൺസ്ട്രക്റ്റീവ് ഓപ്പോസിഷൻ ആയിരിക്കും, എതിർക്കേണ്ടതിനെ എതിർക്കും, സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കും, ഇങ്ങനെയായിരിക്കും ഞങ്ങളുടെ ഇനിയത്തെ പോളിസി എന്ന് അദ്ദേഹം പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ഭയങ്കരമായി അതിനെ പോസിറ്റീവായി കണ്ടിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ടോൺ മുഴുവൻ മാറുകയാണ്, ഇങ്ങനെയാണ് പുതിയൊരു സിസ്റ്റം വരേണ്ടതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം വി.ഡി. സതീശൻ എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറിത്തിങ്ങിനെ ഒപ്പോസ് ചെയ്യുന്നൊരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. ശശി തരൂർ ഈ പോസിറ്റീവായിട്ട് വ്യവസായ നയത്തെ പറഞ്ഞതിന് ശേഷമാണ് വി.ഡി. സതീശൻ പറയുന്നത് ഞങ്ങൾ ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കും. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ പ്രസംഗിക്കുന്നത് എന്താ?
ഞങ്ങൾ ഇതിനെ എതിർക്കുന്നില്ല, ഒരു വ്യവസായവൽകൃത സൊസൈറ്റി ഉണ്ടാകുന്നതിനെ ഞങ്ങൾ പിന്തുണയ്ക്കും എന്ന് അദ്ദേഹം പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ തരൂർ പറയുന്നതിന് ചില ഇമ്പാക്റ്റെങ്കിലും ഉണ്ടാകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഇമ്പാക്റ്റ് പോലും പോസിറ്റീവാണ്. തരൂർ ഒരുപക്ഷെ നേതൃത്വത്തിലേക്ക് വന്നില്ലെങ്കിൽ പോലും തരൂർ ഈ പറയുന്ന കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എങ്കിൽ, കോൺഗ്രസിൻ്റെ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ല പരസ്യമായിട്ടല്ലെങ്കിലും പരോക്ഷമായ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്ന മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് തരൂരിനെ വിമർശിക്കാതിരിക്കുന്നത്? മുസ്ലിം ലീഗിന് അത് മനസ്സിലാവുന്നുണ്ട്. ഈ സിസ്റ്റം മാറണമെങ്കിൽ അവിടെ ഒരു പോസിറ്റിവിറ്റിയുടെ എലിമെൻറ്റ് വേണ്ടി വരും എന്ന് മുസ്ലിം ലീഗിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് തരൂരിന് ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലെ ലീഡർഷിപ്പ്, കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് വെച്ച് നോക്കുമ്പോൾ രമേശ് ചെന്നിത്തലയാണോ, വി ഡി സതീശനാണോ, ശശി തരൂരാണോ, ആരാണ് ലീഗിനെ സംബന്ധിച്ച് ഒരു ഇമ്മീഡിയറ്റ് ടച്ച് പോയിൻ്റ്? അത് വി ഡി സതീശനാണ്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാണ്. അത് കഴിഞ്ഞിട്ട് തരൂർ വരും. എന്നിട്ടും അവർ തരൂരിനെ വിമർശിക്കാതിരിക്കണമെങ്കിൽ അവരൊരു മെസ്സേജ് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ആ മെസ്സേജ് വി ഡി സതീശനെ പോലുള്ള ആളുകൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അവരിപ്പോൾ തൽക്കാലത്തേക്ക് മിണ്ടാതിരിക്കുന്നത്. ഈ കോൺഗ്രസിനെ കുറിച്ച് ഈ ഒരു സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ, ഇങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, അടുത്ത വർഷം കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ശശി തരൂരിൻ്റെ ഇത്തരത്തിലുള്ള തുടർച്ചയായ പരാമർശങ്ങൾ, അതും ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി എല്ലാം പരിഹരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷവും ഇപ്പോൾ ഇങ്ങനെ വരുന്ന പരാമർശങ്ങൾ, ഇത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തില്ലേ സ്വാഭാവികമായും? കാരണം ഇപ്പോൾ ഇങ്ങനെ നിരന്തരമായി പറയുകയാണെങ്കിൽ അത് അവഗണിച്ച് അതിൻ്റെ വഴിക്ക് പോട്ടെ എന്നുള്ള രൂപത്തിൽ, കാരണം പ്രതികരിച്ച് ഇനി എതിരെ പ്രതികരിച്ചാൽ ഒരു പുറത്തുചാടലൊക്കെ ഉണ്ടായാൽ അത് കോൺഗ്രസിന് നന്നായി ക്ഷീണം ചെയ്യുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഒരു സംയമനത്തിൻ്റെ ഭാഷയാണ് ഇന്ന് മറ്റുള്ള എല്ലാവരും പ്രതികരണത്തിൽ കാണിക്കുന്നത്. ഇത് സത്യത്തിൽ ഇങ്ങനെ പരാമർശങ്ങൾ വരിക വഴി കോൺഗ്രസിന് ദുർബലപ്പെടുക തന്നെയല്ലേ ചെയ്യുക? മുൻകാലത്തായിരുന്നെങ്കിൽ ഇത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തില്ലായിരുന്നു. കാരണം വെച്ചാൽ കോൺഗ്രസ് ഇങ്ങനെ തന്നെയായിരുന്നു. അത് 2 ഗ്രൂപ്പായി നിന്നിരുന്ന ഒരു സമയത്ത്, AI ഗ്രൂപ്പുകളായിട്ട് നിന്നിരുന്ന സമയത്ത് പരസ്പരം പോരടിച്ചുകൊണ്ട് ശക്തിപ്പെടുക എന്ന് പറയുന്നതായിരുന്നു കോൺഗ്രസിൻ്റെ ഒരു രീതി. കാരണം ഗ്രൂപ്പ് ആക്ടിവിറ്റി കോൺഗ്രസിനെ താഴെ തലത്തിൽ ഭയങ്കരമായിട്ട് ഡൈനാമിക് ആക്കിയിരുന്നു. 2 ഗ്രൂപ്പിലെയും ആളുകൾ ഒരു മത്സര ബുദ്ധിയോടുകൂടെ രംഗത്ത് വരികയും അവർ പരസ്പരം മത്സരിക്കുമ്പോൾ തന്നെ പാർട്ടിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കെ കരുണാകരനും AK ആൻ്റണിയൊക്കെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന കാലത്ത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ്താവനകളിലൂടെ യുദ്ധം ചെയ്യുമ്പോൾ പോലും പാർട്ടി ശക്തമാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. 2001 സിറ്റുവേഷൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം കെ കരുണാകരൻ 4-5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ മാറ്റണമെന്ന് വാശി പിടിക്കുകയും ചുവരെഴുത്തും സ്ഥാനാർത്ഥി പ്രചരണം തുടങ്ങിയതിന് ശേഷവും ഈ സ്ഥാനാർത്ഥികളെ മുഴുവൻ മാറ്റി. 4 മണ്ഡലങ്ങളിലെ മറ്റോ സ്ഥാനാർത്ഥികളെ മാറ്റി. ഈ 4 മണ്ഡലങ്ങളിലും കോൺഗ്രസ് ജയിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ 4 മണ്ഡലങ്ങളിലും കോൺഗ്രസ് ജയിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട മണ്ഡലം എന്ന് പറയുന്നത് വടക്കേക്കരയാണെന്ന് P. രാജീവാണ് മത്സരിച്ചത്. P. രാജീവ് തോറ്റു അവിടെ. വടക്കേക്കര എന്ന് പറഞ്ഞാൽ CPMൻ്റെ ഒരു ഷുവർ ബെറ്റായ മണ്ഡലമായിരുന്നു അതുവരെ. ആ മണ്ഡലത്തിൽ P. രാജീവിനെ തോൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് മാറ്റി നിർത്തിയ സ്ഥാനാർത്ഥി, അതായത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ആ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ട് പുതിയ സ്ഥാനാർത്ഥി നിർത്തി ആ സ്ഥാനാർത്ഥി ജയിച്ചു. അപ്പോൾ ഈ ഗ്രൂപ്പിസം കോൺഗ്രസിനെ കുറേ കൂടെ മത്സരിക്കാൻ പ്രാപ്തമാക്കിയിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഗ്രൂപ്പല്ല, പല ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഈ പല ഗ്രൂപ്പുകൾക്ക് പല താല്പര്യങ്ങളാണ്. ഈ പല താല്പര്യങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ഏത് വിധത്തിലാണ് അത് ഗ്രൗണ്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ പ്രോബ്ലം അവിടെയുണ്ട്. മുൻകാലത്തെ പോലെയല്ല ഇപ്പോഴത്തെ കോൺഗ്രസും ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനും. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ ഗ്രൂപ്പ് ഫൈറ്റ് ഒരു പക്ഷേ കോൺഗ്രസിനെ ദുർബലമാക്കിയേക്കാം, അല്ലെങ്കിൽ ദുർബലപ്പെടുത്തിയേക്കാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഒരു 3000 മുതൽ 5000 വരെ വോട്ടിന് ജയിക്കുന്ന മണ്ഡലങ്ങളാണ് കേരളത്തിൻ്റെ റിസൾട്ടിനെ നിശ്ചയിക്കുക. ഈ മണ്ഡലങ്ങളുടെ റിസൾട്ടിനെ ബാധിക്കാൻ ഈ ഗ്രൂപ്പ് ഫൈറ്റ് മതിയാകും. മുൻകാലത്തെ പോലെയല്ല ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയം എന്ന് കോൺഗ്രസ് ലീഡർഷിപ്പ് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ KPC പ്രസിഡൻറ്റും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമാണ്. അവരെ കൊണ്ട് മാത്രമേ ഈ സിസ്റ്റം കുറേക്കൂടെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവരാണ് ആദ്യം ഇത് തിരിച്ചറിയേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് കോൺഗ്രസിനെ വളരെ പ്രതികൂലമായിട്ടായിരിക്കും ബാധിക്കുക. റൈറ്റ്. ശശി തരൂരിനെ കോൺഗ്രസ് ഉൾക്കൊള്ളാത്തതാണോ അതല്ല കോൺഗ്രസിനെ ശശി തരൂർ ഉൾക്കൊള്ളാത്തതാണോ എന്ന് തന്നെയാണ് ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആശങ്കയും ചോദ്യവുമെല്ലാം. ശശി തരൂരിൻ്റെ ഇനി തുടർന്നുള്ള പ്രസ്താവനകൾ എന്തൊക്കെയാകും, അതിനെ കോൺഗ്രസ് നേതൃത്വം എങ്ങനെയൊക്കെ വിലയിരുത്തും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.